പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയൻ്റെ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമൂഹിക സൗഹാർദ്ദത്തിനും സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ട നമ്മുടെ കേരളം ഇന്ന് ചില വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രത്യേക രീതിയിൽ അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതിവേഗ വിധികളുടെയും തൽക്ഷണ പ്രതികരണങ്ങളുടെയും ഒരു കാലഘട്ടത്തിൽ കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് പലരും വഴക്കുണ്ടാക്കുന്നത്. ക്ഷമിക്കുവാനോ വിട്ടുവീഴ്ച ചെയ്യുവാനോ പൊറുക്കുവാനോ പലരും തയ്യാറല്ല. സൈബർ ലോകത്തെ ചെറിയ തർക്കങ്ങൾ പോലും കൗമാരക്കാരിൽ എത്രത്തോളം അസഹിഷ്ണുതയും അക്രമവാസനയും വളർത്തുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരൂർ കൊടുവഴൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഭവിച്ചത്. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് +1, +2 വിദ്യാർത്ഥികൾ തമ്മിലടിച്ച ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒരു വിദ്യാർത്ഥിയെ മറ്റൊരു വിദ്യാർത്ഥി ക്രൂരമായിട്ട് ശ്വാസം മുട്ടിക്കുവാൻ ശ്രമിക്കുന്നതും റാഗിങ്ങിന് ഇരയാക്കുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അക്ഷമയുടെ മറ്റൊരു ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. വിവാഹ വിരുന്നിനിടയിൽ അരങ്ങേറിയ കൂട്ടത്തല്ല്. വധുവിൻ്റെ വീട്ടുകാർക്ക് ഐസ്ക്രീം നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പത്തനംതിട്ട അടൂർ പോലീസ് സ്റ്റേഷന് പുറത്തു വെച്ച് യൂട്യൂബർമാർക്ക് നേരെയുള്ള 20ഓളം പേരടങ്ങുന്ന ആൾക്കൂട്ടം ക്രൂരമായിട്ടുള്ള ഒരു മർദ്ദനം അയച്ചുവിട്ടതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. സോഷ്യൽ മീഡിയയിലെ അപകീർത്തികരമായിട്ടുള്ള പോസ്റ്റുകളുടെ പേരിൽ അറസ്റ്റിലായിട്ടുള്ള യൂട്യൂബറെ പോലീസ് ജീപ്പിൽ നിന്നും ഇറക്കുന്നതിനിടയിലാണ് നിയമം കയ്യിലെടുത്തുകൊണ്ട് ഒരു സംഘം ആളുകൾ ആക്രമിച്ചത്. ഇതിൽ പോലീസുകാർക്കും പരിക്കേൽക്കുകയുണ്ടായി. തെറ്റ് ചെയ്തവരെ പോലും നിയമത്തിന് വിട്ടുകൊടുക്കാതെ സ്വയം വിധികർത്താക്കളാകുവാനും ശിക്ഷിക്കുവാനും മനുഷ്യൻ തിടക്കം കാട്ടുന്ന അക്ഷമയുടെ നേർചിത്രമാണത്. ഇന്ന് പൊതുനിരത്തുകളിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം സൈഡ് നൽകുവാൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നിൽ വരുന്ന വാഹനത്തിലെ ആളുകൾ വടിവാളുമായിട്ടായിരിക്കും നമ്മൾ ആക്രമിക്കുക. പലരും അക്ഷമരാണ് എന്നതാണ് കാരണം. ഇത്തരത്തിലുള്ള നിരവധി അക്രമ സംഭവങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇത്തരം അക്ഷമയുടെ ഒരു ലോകത്ത് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു ദൈവത്തെയാണ്. ശിക്ഷിക്കുവാനായിട്ട് തിടക്കും കൂട്ടാത്ത, മറിച്ച് മാനസാന്തരത്തിനായിട്ട് കാത്തിരിക്കുന്ന കാരുണ്യവാനായ ദൈവത്തെ, സഹിഷ്ണുതയുള്ള ഒരു ദൈവത്തെ, ക്ഷമയുള്ള ഒരു ദൈവത്തെയാണ്. ഒന്നാമതായിട്ട് ഈ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷത വെളിപ്പെട്ട് കിട്ടുന്നതാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ. നമ്മൾ ഇപ്രകാരം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ചു കേൾക്കുകയാണ്. അങ്ങല്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുന്ന മറ്റൊരു ദൈവമില്ല. അങ്ങേ വിധി നീതിപൂർവകമാണെന്ന്. സർവശക്തനായ അങ്ങ് മൃദുലമായിട്ടുള്ള ശിക്ഷ നൽകുന്നു. വലിയ സഹിഷ്ണുതയോടെ ഞങ്ങളെ ഭരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ക്ഷമയും കരുണയും നീതിയും സഹിഷ്ണുതയും ദയയും എല്ലാം വളരെ മനോഹരമായിട്ട് ഇവിടെ പ്രതിപാദിക്കുകയാണ്. സഭയുടെ വലിയ വേദപാരംഗതനായിട്ടുള്ള വിശുദ്ധ അഗസ്റ്റിൻ ഇതേക്കുറിച്ച് ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം പാപത്തെ വെറുക്കുന്നു, എന്നാൽ പാപിയെ സ്നേഹിക്കുന്നു. അവിടുത്തെ ക്ഷമ അനന്തമാണ്. കാരണം അവിടത്തേക്ക് നിങ്ങളെ ശിക്ഷിക്കുന്നതല്ല, നിങ്ങളെ രക്ഷിക്കുന്നതിലാണ് താല്പര്യം. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന അനന്തമായിട്ടുള്ള ക്ഷമയുള്ള കരുണയുള്ള അതേ ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ കളകളും ഗോതമ്പ് മണിയുടെ ഉപമയിലൂടെ വെളിപ്പെട്ട് കിട്ടുന്നത്. സുവിശേഷത്തിൽ യേശു ദൈവരാജ്യത്തെ വയലിൽ നല്ല വിത്ത് വിതച്ച മനുഷ്യനോട് ഉപമിക്കുന്നു. തുടർന്ന് നമ്മൾ കാണുകയാണ് ശത്രുവിൻ്റെ പ്രവർത്തനം. എന്നാൽ ഇവിടെ വീട്ടുടമസ്ഥൻ്റെ പ്രവർത്തന ശൈലി വളരെ വ്യത്യസ്തമാണ്. കളകളെ അപ്പോൾ തന്നെ നശിപ്പിക്കുവാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ടാണ് യജമാനന് കളകളെ അപ്പോൾ തന്നെ നശിപ്പിക്കാത്തത്? സഭാപിതാവായിട്ടുള്ള വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇതിന് നൽകുന്ന മറുപടി വളരെ പ്രസക്തമാണ്. ഇന്ന് കളയായിരിക്കുന്ന ഒരാൾക്ക് നാളെ വിലയേറിയ ഗോതമ്പായിട്ട് മാറുവാൻ ദൈവം സമയം നൽകുകയാണ്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു നിരീക്ഷണമാണത്. ഇന്ന് കളയായിരിക്കുന്ന ഒരാൾക്ക് നാളെ വിലയേറിയ ഗോതമ്പായിട്ട് മാറുവാൻ ദൈവം സമയം നൽകുകയാണ്. കാരണം
ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നു. ഓരോ വ്യക്തിയുടെ മാനസാന്തരത്തിനായിട്ട്, മാറ്റത്തിനായിട്ട് ദൈവത്തിന് മാത്രമേ അതിന് കഴിയൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൻ്റെ അവസ്ഥയിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഈ ദൈവവചനം ഏറെ പ്രസക്തമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സാക്ഷരതയിലും വികസനത്തിൽ നമ്മൾ മുന്നിലാണെങ്കിലും നമ്മുടെ സാമൂഹിക മണ്ഡലത്തിൽ അനേകം കളകൾ പന്തലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബ ബന്ധങ്ങളിലെ തകർച്ച. വിട്ടുവീഴ്ച മനോഭാവമില്ലായ്മയും പണത്തോടുള്ള അമിത ആർത്തിയും മൂലം കുടുംബങ്ങളിൽ നിന്ന് ശിഥിലമായിട്ട് കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിന് വലിയ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കളയാണ് ലഹരിയുടെ കടന്നുകയറ്റം. നമ്മുടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും യുവതലമുറയെ കാർന്ന് തിന്നുന്ന മയക്കുമരുന്നിൻ്റെ കറുത്ത കൈകൾ നമ്മുടെ യുവതയെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ ഈ മയക്കുമരുന്ന് മാഫിയയ്ക്ക് അന്ത്യം കുറിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒപ്പം കേരള സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാന് എൻ്റെ ബിഗ് സല്യൂട്ട്. മറ്റൊരു കളയാണ് സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങളും വൈറലാകുവാനായിട്ടുള്ള ത്വരയും. അതിൻ്റെ ഒരു ഇരയാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മരണമടഞ്ഞ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക്. ഒരു സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ ഒരു സ്ത്രീ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെച്ച വീഡിയോ വൈറലായതിനെ തുടർന്ന് കടുത്ത സാമൂഹിക വിമർശനവും ഓൺലൈൻ അപമാനവും നേരിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ കളകളെല്ലാം അറുത്തുമാറ്റി പ്രതികാരം ചെയ്യുവാനല്ല വചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്, മറിച്ച് പ്രത്യാശയോടെ നന്മയുടെ നല്ല വിത്തുകളായിട്ട് ജീവിക്കുവാനാണ്. പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, ലോകം നിങ്ങളെ പലപ്പോഴും തെറ്റായ വഴികളിലേക്കായിരിക്കും ക്ഷണിക്കുക. പെട്ടെന്നുള്ള ലാഭവും താൽക്കാലിക സന്തോഷങ്ങളും വാഗ്ദാനം ചെയ്യുന്ന തിന്മയുടെ കളകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഫ്രാൻസിസ് പാപ്പ ക്രിസ്തു സുവിവിത്ത്, ക്രിസ്തു ജീവിക്കുന്നു എന്ന തൻ്റെ അപ്പോസ്തലിക പ്രബോധനത്തിൽ നിങ്ങളെക്കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: യുവത്വം എന്നാൽ വെറുതെ ജീവിച്ചു തീർക്കുവാനുള്ളതല്ല, മറിച്ച് വലിയ കാര്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സമർപ്പിക്കേണ്ട പ്രായമാണ്. നിങ്ങൾ സഭയുടെ ഭാവിയല്ല, സഭയുടെ ഇന്നാണ്, ദ നൗ ഓഫ് ഗോഡ്. ആധുനിക കാലഘട്ടത്തിലെ യുവജനങ്ങൾക്ക് വലിയ മാതൃകയാണ് ന്യൂജൻ വിശുദ്ധനായിട്ടുള്ള കാർലോ അക്യൂറ്റസ്. കാർലോയുടെ മനോഹരമായിട്ടുള്ള ഒരു വാചകമാണ്: all people are born as originals, but many die as photocopies. എല്ലാ ആളുകളും ഒറിജിനലായിട്ട് ജനിക്കുന്നു, പക്ഷെ പലരും ഫോട്ടോ കോപ്പികളായിട്ട് മരിക്കുന്നു. ഫാഷൻ്റെയോ ലഹരിയുടെയോ സോഷ്യൽ മീഡിയ ട്രെൻഡുകളുടെയോ റീലുകളുടെയോ വെറും കോപ്പികളാകാതെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഒറിജിനൽ സാക്ഷികളാകുവാൻ പ്രിയപ്പെട്ട യുവജനങ്ങളെ നിങ്ങൾക്ക് സാധിക്കണം. പ്രിയപ്പെട്ട അപ്പച്ചന്മാർ, അമ്മച്ചമാരെ, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്നു എന്ന് കണ്ട് നിങ്ങൾ ഹൃദയം തകർന്ന് ജീവിക്കുന്നുണ്ടാകാം. കുടുംബത്തിൽ നന്മ വിധിച്ചിട്ട് തിന്മയുടെ കളകൾ വളരുന്നതോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടാകും. നിങ്ങൾക്കായി സഭ മുന്നോട്ട് വയ്ക്കുന്ന വലിയ മാതൃകയാണ് വിശുദ്ധ മോനിക്ക. തൻ്റെ മകനായ അഗസ്റ്റിൻ ധാർമ്മിക അധംപതനത്തിലും തത്വശാസ്ത്രങ്ങളും മുഴുകി ജീവിച്ചപ്പോൾ വിശുദ്ധ മോനിക്ക നിരാശപ്പെട്ടില്ല, ദൈവത്തെ പഴിചാരിയില്ല, പ്രാർത്ഥനയിൽ പ്രത്യാശയോടെ കാത്തിരുന്നു. അക്ഷമയോടുള്ള വഴക്കുകളല്ല, പ്രാർത്ഥനയിലൂടെയുള്ള ക്ഷമാപൂർവമായിട്ടുള്ള കാത്തിരിപ്പാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നീണ്ട 17 വർഷങ്ങളാണ് അവൾ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചത്. ആ കണ്ണുനീരിൻ്റെ ഫലമായിട്ടാണ് സഭ കണ്ട ഏറ്റവും വലിയ വിശുദ്ധരിലൊരാളായിട്ട് വിശുദ്ധ അഗസ്റ്റിൻ മാറിയത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും കഠിനമാകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പോലും അറിയാതെ നാം പകച്ചു പോകുമ്പോൾ ഇവിടെയാണ് ഇന്നത്തെ 2ാം വായനയിലൂടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് വലിയ പ്രത്യാശ പകർന്ന് നൽകുന്നത്. യേശു സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് കടുകമണിയുടെയും പുളിമാവിന് ഉപമകൾ പറയുന്നു. വളരെ ചെറിയൊരു കടുകമണി വളർന്ന് വലിയ മരമാകുന്ന പോലെ, ചെറിയൊരു പുളിമാവ് മാവ് മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ നമ്മുടെ ചെറിയ നന്മകൾക്ക് വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. നമുക്ക് ചുറ്റുമുള്ള തിന്മകളെ നോക്കി ഭയപ്പെടുകയോ പരാതിപ്പെടുകയോ ചെയ്യാതെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിൻ്റെ കടുകമണികളാകുക, തകർന്ന കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെ പുളിമാവായിട്ട് മാറുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന നല്ല വിത്ത് പാകുവാൻ നമുക്ക് സ്വയം വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകളായിട്ടുള്ള ക്ഷമ, കരുണ, നീതി,
ഹൃദയവിശാലത, സഹിഷ്ണുത, ദയ ഇവ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കാം. നമ്മിലുള്ള തിന്മയുടെ കളകളെ കുംഭസാരം എന്ന വലിയ കൂദാശയിലൂടെ ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധീകരിക്കാം. പ്രതിസന്ധികളിൽ തളരാതെ, പതറാതെ, പരിശുദ്ധാത്മാവിൻ്റെ ബലത്തിൽ പ്രത്യാശയോടെ നമുക്ക് ജീവിക്കാം. അതിനിടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.